നമുക്ക് വളരെ എളുപ്പത്തിലേ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? വെറും 30 മിനിറ്റ് മതി കേട്ടോ. നിങ്ങൾക്കും ഉണ്ടാക്കാം. എൻ്റെ കൂടെ തുടങ്ങിക്കോ. വാ. മീഡിയം പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പില, 2 ടീസ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവേ. നമ്മുടെ പച്ചമുളക് ചേർക്കുമ്പോഴല്ലോ കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം വേറെ കൂടുതൽ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലേ. പച്ചമുളകിൻ്റെ ആ ഒരു സ്പൈസിയാണ് നമുക്കിതിൻ്റെ അത് കിട്ടുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, മല്ലിയില, പുതിനയില, കറിവേപ്പില, 2 പഴുത്ത തക്കാളി അരിഞ്ഞത്, 3 സവോള സ്ലൈസ് ചെയ്തത്, 3 സവോള വറുത്തത്, പിന്നെ കാഷ്യൂട്ട്, കിസ്മിസ് ഇത് നന്നായിട്ട് വറുത്തത്, ഇതെല്ലാം കൂടെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണേ. ഇതിൽ നിന്ന് കേട്ടോ നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തത്. നമുക്കൊരു കുക്കർ എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണേ. എന്നിട്ട് 1 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവിടെ വരെ ഒന്ന് വാട്ടിയെടുക്കാവേ. നന്നായിട്ട് വഴറ്റി സവോളയ്ക്കകത്തേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. അത് കുക്കായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവേ നമുക്ക്. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഈ തക്കാളി നന്നായി കുക്കായതിനു ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അതിൽ വിസിലെടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 60% വരെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ചിക്കൻ തണ്ട് ഇതുപോലെ കുക്കായി വരുമ്പോഴുണ്ടല്ലോ നമുക്കൊരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയും കൂടെ ചേർത്തുണ്ടല്ലോ കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഇത് കുക്കാകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുത്തത് അത്രയും വെള്ളം ചേർത്തിട്ട് അതിലോട്ട് പട്ട, ഏലക്ക, പെരിഞ്ചീരകം, സ്റ്റാർ, ഗ്രാമ്പു, മല്ലിയില, പുതിനയില, കുറച്ച് ഉപ്പ്, നാരങ്ങാനീര്, 1 നുള്ളു പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാവേ. ഞാൻ 3 കപ്പ് അരി ആട്ടോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ 3 കപ്പ് വെള്ളം ആട്ടമാണ് ഇവിടെ തിളപ്പിക്കുന്നത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഉണ്ട് നന്നായി വെള്ളം കളഞ്ഞിട്ട് നമ്മൾക്ക് ആ കുക്ക് ചെയ്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് അരിക്ക് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് കുക്കറിലായതുകൊണ്ട് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. മിക്സ് ചെയ്യരുത് കേട്ടോ, മിക്സ് ചെയ്തത് ഭയങ്കരമായിട്ട് കളർ വരും. ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കുക്കർ വിസിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നോടം വരെ വേവിക്കാവേ. നന്നായി സ്റ്റീം പോയതിന് ശേഷം ഉണ്ടല്ലോ ഈ കുക്കർ തുറന്ന് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കശുവണ്ടിയും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് പൈനാപ്പിൾ എസൻസും ചേർത്തിട്ട് കുക്കർ വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വെച്ചേക്കാവേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഈ ബിരിയാണി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.